അപ്പോൾ ജോസ് അലോട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റിയിട്ട് കുറെ കുട്ടികളോട് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജെഇ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ജോസ് അലോട്ട്മെന്റ് പ്രോസസ്സ് ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ ജോസ് അലോട്ട്മെന്റ് പ്രോസസ്സ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടിയ റാങ്ക് ഇപ്പോൾ പേഴ്സൻറ്റേജിലാണ് വന്നിട്ടുള്ളത്, പക്ഷെ നമുക്ക് ഒറിജിനൽ റാങ്കാണ് വരിക ഇനി വരുമ്പോൾ. അപ്പോൾ പേഴ്സൻറ്റേജ് അനുസരിച്ചിട്ടുള്ള റാങ്ക് ഉണ്ട്. അപ്പോൾ 100% കിട്ടിയ കുട്ടിക്കായിരിക്കും ഫസ്റ്റ് റാങ്ക് വരിക. അപ്പോൾ ആ ഒരു രീതിയിൽ റാങ്ക് വരും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോളേജിലും കിട്ടാനുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഈ 1 by 1 ആയിട്ട് ഓരോ ദിവസങ്ങളിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് ഏത് കോളേജിലാണ് സീറ്റ് കിട്ടാൻ സാധ്യത എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ജോസ് അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്യാൻ സാധ്യതയുള്ള അപ്പോൾ ജോസ് അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ഓരോ കോളേജിലും നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കാം. ഓരോ കോളേജിൻ്റെയും പ്രത്യേകത എന്താണ്, മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജസിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുത്ത് സീറ്റ് കിട്ടാം. അപ്പോൾ NITസിലും SPSയിലേക്കും അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ തന്നെയാണുള്ളത്. അപ്പോൾ ഈ പ്രൊസീജിയറിനെ പറ്റി ഇൻ ഡീറ്റെയിൽ വീഡിയോ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. ഇതൊരു ജനറൽ ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നാറ്റ് അലോട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണ്, കീം അലോട്ട്മെന്റ് നടക്കുന്നത്, അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഓൾറെഡി മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 മെത്തേഡിലൂടെയാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റിന് സാധിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ.